എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. ഓണത്തിന് മുന്നോടിയായി സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് വിപണി ഇടപെടൽ പ്രവർത്തനങ്ങൾക്കായി 225 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. ഓണക്കാലത്ത് ആവശ്യ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഒഴിവാക്കാനും വിവിധ പ്രവർത്തനങ്ങൾക്കുമാണ് തുക എന്ന് ധനമന്ത്രി പറഞ്ഞു. ബജറ്റ് വിഹിതത്തിന് പുറമെ 120 കോടി രൂപയാണ് സപ്ലൈകോക്ക് അധികമായി അനുവദിച്ചത്. വിപണി ഇടപെടലിന് ഈ സാമ്പത്തിക വർഷം ബജറ്റ് വകയിരുത്തിയത് 205 കോടി രൂപയാണ്. കഴിഞ്ഞ മാസം 100 കോടി രൂപ അനുവദിച്ചിരുന്നു. ബാക്കി 105 കോടി രൂപയാണ് ബജറ്റ് വകയിരുത്തിയതിൽ ഉണ്ടായിരുന്നത്. എന്നാൽ 120 കോടി രൂപ കൂടി അധികമായി അനുവദിച്ചതായും ധനമന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ സാമ്പത്തിക വർഷം 391 കോടി രൂപ സപ്ലൈകോക്ക് അനുവദിച്ചിട്ടുണ്ട് എന്നും ധനമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഓണക്കാലത്ത് വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് സർക്കാർ സംസ്ഥാനത്തെ 92 സപ്ലൈകോ ഓണച്ചന്തകൾ ഒരുക്കും. 13 ജില്ലാ ചന്തകളും 78 താലൂക്ക് ചന്തകളും ഒരു സംസ്ഥാന ചന്തയുമാണ് ഉണ്ടാകുക. സെപ്റ്റംബർ 5 മുതൽ ഓണച്ചന്തകൾ പ്രവർത്തിച്ചു തുടങ്ങും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനതല ചന്ത തിരുവനന്തപുരം പുത്തിരിക്കണ്ടം മൈതാനിയിലാണ്. ഇതുകൂടാതെ താലൂക്കുകളിൽ കൂടുതൽ സൗകര്യമുള്ള സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ ഓണച്ചന്തകളായി പ്രവർത്തിക്കും. ഉത്രാടം ദിനം വരെ ഓണച്ചന്തകൾ പ്രവർത്തിക്കും. ജില്ലാ സംസ്ഥാന മേളകളിൽ പ്രത്യേക പന്തൽ സൗകര്യം ഉണ്ടാകും. ഹോർട്ടികോർപ്പ്, കുടുംബശ്രീ, മിൽമ ഉൽപ്പന്നങ്ങളും എല്ലാ സപ്ലൈകോ ചന്തകളിലും വിൽപ്പനയ്ക്കുണ്ടാകും. 13 സബ്സിഡി സാധനങ്ങൾ ചന്തയിൽ ലഭ്യമാക്കും. സബ്സിഡി ഇതര സാധനങ്ങൾക്ക് ഓഫറുകൾ ഉണ്ടാകും. ജൈവ പച്ചക്കറി സമാഹരിക്കുന്നതിനും ചന്തയിൽ പ്രത്യേക സ്റ്റാളുകൾ നൽകി വിൽക്കുന്നതിനും സൗകര്യം ഉണ്ടാകും. സംസ്ഥാനത്ത് മഞ്ഞ റേഷൻ കാർഡുകാർക്ക് മാത്രമാണ് റേഷൻ കട വഴി ഭക്ഷ്യക്കിറ്റ് ലഭിക്കുന്നത്. ബാക്കിയുള്ള റേഷൻ കാർഡുള്ളവർക്ക് ഈ ഓണച്ചന്തകളെ മാത്രം ആശ്രയിക്കേണ്ടി വരും. 13 സബ്സിഡി സാധനങ്ങളും മറ്റ് സാധനങ്ങളും എത്തിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചെറുപയർ 92 രൂപ, ഉഴുന്നുപരിപ്പ് 95 രൂപ, വൻകടല 69 രൂപ, വൻപയർ 75 രൂപ, തൂരപ്പരിപ്പ് 111 രൂപ, മുളക് അര കിലോ 82 രൂപ, മല്ലി അര കിലോ 39 രൂപ, പഞ്ചസാര 1 കിലോ 27 രൂപ, അര ലിറ്റർ വെളിച്ചെണ്ണ 55 രൂപ, ജയ അരി 29 രൂപ, കുറുവ അരി 30 രൂപ, മട്ട അരി 30 രൂപ, പച്ചരി 26 രൂപ എന്നിങ്ങനെയാണ് 13 സബ്സിഡി സാധനങ്ങൾ ലഭിക്കുക. ഇതുകൂടാതെ ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ നിത്യോപയോഗ സാധനങ്ങളുടെയും പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങളുടെയും വില നിയന്ത്രിക്കുന്നതിന് ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി GR അനിൽ അറിയിച്ചു. സംസ്ഥാനത്ത് വിലക്കയറ്റം സംബന്ധിച്ച സ്ഥിതികൾ വിലയിരുത്തുന്നതിന് ലാൻഡ് റവന്യൂ കമ്മീഷണർ, കളക്ടർമാർ, ഭക്ഷ്യവകുപ്പ് സെക്രട്ടറി, സിവിൽ സപ്ലൈസ് കമ്മീഷണർ, ലീഗൽ മെട്രോളജി കൺട്രോളർ എന്നിവർ അടങ്ങിയ ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ഭക്ഷ്യമന്ത്രി. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. ബൈ.